അസ്സലാമലൈക്കും. പെർഫെക്റ്റായി നമുക്ക് വീട്ടിൽ തന്നെ കുനാഫ ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ്. ഒരു 250 ഗ്രാം കുനാഫ എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ പിന്നെ ഫ്രീസറിൽ നിന്ന് ഇതെടുത്ത് പുറത്ത് വെക്കണം. എന്നിട്ട് കട്ടാക്കിയെടുക്കണം. ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയെടുക്കണം. കത്രിക കൊണ്ടും കട്ടാക്കിയെടുക്കാം. ബേക്കിംഗ് ഷോപ്പിലും അതുപോലെ തന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കട്ടയൊക്കെ കൈകൊണ്ട് നന്നായി ഇതുപോലെ ആക്കി കൊടുക്കണം. നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ്. ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കാൻ നോക്കണം. അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഈ കുനാഫ ഡോയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. 250 ഗ്രാം കുനാഫ ഡോയിന് 100 ഗ്രാം ബട്ടറാണ് കണക്ക്. നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ മൈദ, 1 കപ്പ് പാല്. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയ ശേഷം ബാക്കി പാലൊഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമാണിത്. 150 ഗ്രാം ഇതിന് വേണ്ടു. നമ്മൾ നേരത്തെ ആക്കിയ മിക്സ് ഇല്ലേ, അത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. കുനാഫയ്ക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിന് 2 ടേബിൾ സ്പൂണേ പഞ്ചസാര വേണ്ടു. അതിൻ്റെ കൂടെ 150 ഗ്രാം 1/4 ഭാഗം ക്രീം ചീസ് ഇല്ല നേരത്തെ കാണിച്ച അതുകൂടി ഇട്ട് കൊടുക്കണം. കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം. കുനാഫ ഡോന്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ക്രീം ചീസിന്റെ മിക്സ് ഇല്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം. ബാക്കി പകുതി ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് മെല്ലെ പ്രസ്സാക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് മുന്നേ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിരുന്നു. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് 25 മിനിറ്റാണ് കറക്റ്റ് ടൈം. 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളം കൂടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു ഏലക്കായ ഇട്ട് കൊടുക്കണം. നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുനാഫ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റാണ് എനിക്ക് എടുത്തത്. അതിൻ്റെ മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. പിന്നെ ബട്ടർ പേപ്പർ ഇത് തണുത്ത ശേഷം റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പിസ്ത ഇല്ലേ, അത് കട്ടാക്കി എടുത്തിട്ട് അത് റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. 1/2 കപ്പ് ഷുഗർ ഉണ്ടാക്കിയിട്ടില്ലേ, അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇതേ ഉണ്ടാക്കാൻ പറയുള്ളൂ, അത്രയും ടേസ്റ്റി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.